തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി തുടരുകയാണ്. 44 കോർപ്പറേഷൻ വാർഡുകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. തുടർച്ചയായ 4ാം ദിവസമാണ് കുടിവെള്ളം മുടങ്ങുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. മേയറെ തടയുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഉമേഷ്, 4 ദിവസമായി കുടിവെള്ളം കിട്ടാതെ, അതായത് മുടങ്ങുന്നു. ഈ ഒരു സാഹചര്യം എന്താണ് ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നത്? ഇന്നലെ രാത്രി പമ്പിംഗ് നേരിയ രീതിയിൽ പുനരാരംഭിച്ചിരുന്നു. പക്ഷേ പമ്പിംഗ് കൂടുതൽ പ്രഷറിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് വീണ്ടും ഈ പമ്പിംഗ് കുറച്ചു സമയം മാറ്റിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ 44 വാർഡുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഉയർന്ന പ്രദേശങ്ങൾ അതെല്ലാ വാർഡിനെയും ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ്, കുലശേഖരം, വെള്ളേക്കടവ്, കഴക്കൂട്ട നിയോജക മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ, തിരുവനന്തപുരം നഗരത്തിലെ നഗരത്തിലുള്ള കരമന, കിള്ളിപ്പാലം പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിലൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. ഇത് 4ാം ദിവസമാണ് തിരുവനന്തപുരം നഗരനിവാസികൾ വെള്ളത്തിന് വേണ്ടി അലയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ബദൽ ക്രമീകരണങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ 34 ടാങ്കറുകളിൽ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ വാർഡുകളിലും വെള്ളം എത്തിക്കാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങൾ നിരവധിയാണ്. പബ്ലിക് പൈപ്പുകളിൽ നിന്ന്, അതായത് റോഡ് സൈഡിലുള്ള എല്ലാ പബ്ലിക് പൈപ്പുകളിൽ നിന്ന് നേരിയ ഫോഴ്സിൽ വെള്ളം ലഭിക്കുന്നുണ്ട് രാവിലെ. അതുകൊണ്ട് തന്നെ ആ പൈപ്പുകളുടെ മുന്നിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് വീടുകളിൽ എത്തിച്ച് ഉപയോഗിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരവാസികളുള്ളത്. 2 പ്രദേശങ്ങളിലാണ് ഈ അലൈൻമെൻറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ആ 2 സ്ഥലങ്ങളിൽ ഒരു പ്രദേശത്ത് പൂർണ്ണമായി പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട്, അലൈൻമെൻറ്റ് കൃത്യമാക്കിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ കിള്ളിപ്പാലം ഭാഗത്താണ് ഇപ്പോൾ അലൈൻമെൻറ്റ് ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിയാത്തത്. ഇപ്പോഴും ജോലികൾ, ഇന്നലെ രാത്രിയും ജോലികൾ നടന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും ജോലികൾ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് പമ്പിംഗ് പുനരാരംഭിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്ത് പൈപ്പ് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൂടാതെ തിരുവനന്തപുരം നഗരത്തിലെ വഴുതക്കാട്, വെള്ളയമ്പലം പ്രദേശങ്ങളിലെല്ലാം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ കടന്നു പോകുന്ന കുടിവെള്ള പൈപ്പുകളിൽ ഇപ്പോൾ താൽക്കാലികമായി തടസ്സം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴുതക്കാട്, വെള്ളയമ്പലം ഭാഗങ്ങളിലും ഇന്നും വെള്ളം മുടങ്ങും. അത്തരത്തിൽ 4 ദിവസമായി തിരുവനന്തപുരം നഗരനിവാസികൾ കുടിവെള്ള പ്രശ്നവുമായി ബുദ്ധിമുട്ടുകയാണ്. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ഈ അലൈൻമെൻറ്റിൽ, കുടിവെള്ള പൈപ്പുകളുടെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. പക്ഷേ സമയബന്ധിതമായി ഈ മാറ്റം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസം, അതായത് 48 മണിക്കൂർ കൊണ്ട് പ്രവർത്തനം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. 5, 6 തീയതികളിൽ മാത്രമായിരിക്കും തലസ്ഥാനത്ത് കുടിവെള്ളം മുടങ്ങുക എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. കടുത്ത ദുരിതത്തിലാണ് പ്രദേശവാസികൾ. ഇന്നലെ രാത്രി BJP കൗൺസിലർമാർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് മേയറിനെ തടഞ്ഞ് തുടർ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നാണ് BJPയും അറിയിച്ചിട്ടുള്ളത്. ശ്രുതി, തുളസി. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നമാണ് ഇപ്പോൾ 4ാം ദിവസവും തുടരുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.